പശ്ചിമേഷ്യൻ യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് ആദ്യം സംസാരിക്കുന്നത്. 11ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നുണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങളിലൊന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു പ്രതികരണവും അതിന് ഇറാൻ്റെ മറുപടിയുമാണ്. ട്രംപ് പറയുന്നത് യുദ്ധം ഏറെക്കുറെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഇനി അധികം നാൾ ഇത് മുന്നോട്ട് പോകില്ല എന്ന് ആദ്യം പറഞ്ഞു. പിന്നീട് അദ്ദേഹം അത് തിരുത്തിയെങ്കിൽ കൂടിയും ഇറാൻ അതിന് മറുപടി പറയുന്നത് ഞങ്ങൾ എത്ര വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണ്, ഈ യുദ്ധം അവസാനം തീർക്കുന്നത് ഞങ്ങളായിരിക്കും അതിൻ്റെ അവസാനത്തെ വിജയ് എന്ന് ഇറാൻ പറയുന്നു. അങ്ങനെ രണ്ട് പ്രസ്താവന യുദ്ധങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നു. ഒപ്പം വലിയ പ്രതീക്ഷ പകർന്നുകൊണ്ട് ഇതിനൊരു സമവായ നീക്കങ്ങൾ ഒരു വശത്ത് പുരോഗമിക്കുന്നുണ്ട്. റഷ്യയും ചൈനയും ഒരു മീഡിയേഷനുമായി ഇറങ്ങിയിരിക്കുന്നു. അതെത്ര കണ്ട് ഫലം കാണും എന്നതുകൂടി നമുക്ക് നോക്കണം. ജിമ്മി ചേട്ടാ, അപ്പോൾ ട്രംപ് പതിവ് പോലെ സ്ഥിരതയില്ലാത്ത ഒരു പ്രതികരണം നടത്തുന്നു. പക്ഷേ ഇറാൻ്റെ പ്രതികരണമാണ് എന്ന് തോന്നുന്നു അതിൽ ഏറ്റവും നിർണായകമാകുന്നത്. അപ്പോൾ ഈ ഇന്ന് പുറത്തു വന്ന രണ്ട് പ്രതികരണങ്ങൾ വെച്ച് നോക്കുമ്പോൾ യുദ്ധം എത്ര മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്? അപ്പം റഷ്യയുടെ ഈ മീഡിയേഷൻ ഫലം കാണുമോ? അല്ല, ഇത് നമ്മൾ പ്രതീക്ഷിച്ച ഈ ഘട്ടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. യുദ്ധം നിർത്തണം എന്ന ആവശ്യം ഇപ്പോൾ അമേരിക്കയുടേതായി മാറിയിരിക്കുന്നു, ഇറാൻ്റെ അല്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം ലോകത്തെമ്പാടുമുള്ള അടുക്കളകളിലേക്ക്, വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാൻ ആ തന്ത്രമാണ് പ്രയോഗിച്ചത്. അത് കൃത്യമായി ഫലിച്ചു. നോക്കൂ, കേരളത്തിൽ നമ്മളതിൻ്റെ ചൂടടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ഹോട്ടലുകളിൽ ഗ്യാസുകൾ എത്തുന്നില്ല. അപ്പോൾ യൂറോപ്പിലെ സ്ഥിതി എന്തായിരിക്കും? മറ്റു പല സ്ഥലങ്ങളിലെ സ്ഥിതി എന്തായിരിക്കും? ബാരലിന് $100 മുകളിലേക്ക് ഇന്നലെ വില എത്തിയിരിക്കുകയാണ്. അപ്പോൾ യുദ്ധം എല്ലാ അടുക്കളകളിലേക്കും എത്തിയ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇനി പിടിച്ചു നിൽക്കാനാവില്ല എന്നതാണ് ഇന്ന് യുദ്ധം നമ്മൾ ജയിച്ചു കഴിയുന്ന പ്രഖ്യാപനത്തിലൂടെ വന്നത്. എന്താണ് ആദ്യം പറഞ്ഞത്? ആദ്യത്തെ ദിവസം റെജീം ചേഞ്ചാണ് പറഞ്ഞത്. രണ്ടാമത്തെ ദിവസം പറഞ്ഞു ചർച്ച, താല്പര്യമുണ്ട്, അവർക്ക് താല്പര്യം, നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. മൂന്നാം ദിവസം കുർദുകളെ ഇളക്കി വിടുന്നതിനെക്കുറിച്ച്, കുർദുകളുമായിട്ട് ചേർത്തിട്ട് നമ്മൾ ഈ സാധനം റെഡിയാക്കുമെന്ന് പറയുന്നു. അഞ്ചാം ദിവസം ആകുമ്പോൾ ഇറാൻ ഒരു ഡീല് വേണം എന്നാണ് അഞ്ചാം ദിവസം പറയുന്നത്. ആറാം ദിവസം ആകുമ്പോൾ ഇത് മാറി അൺകണ്ടീഷണൽ സറണ്ടർ, അതല്ലാതെ ഞങ്ങൾ വേറെ ഒന്നിനും തയ്യാറല്ല എന്ന് പറയുന്നു. ഏഴാം ദിവസം എന്താ പറയുക? അത് അന്നാണ്, അതിൻ്റെ തലേ രാത്രിയാണ് ഇറാൻ്റെ സർക്കാർ പെഷസ്കാൻ്റെ ഒരു പ്രസ്താവന വരുന്നത്. ഈ ശത്രു രാജ്യങ്ങളെ, ഞങ്ങളുടെ അയൽ രാജ്യങ്ങളെ ഞങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അവരുടെ കൂടെ കൂടിയില്ലെങ്കിൽ എന്നുള്ളത്. അവരുടെ മുമ്പിൽ പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് 7 ദിവസത്തെ മാറി പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിട്ട് 10ാം ദിവസമായപ്പോഴത്തേക്കും റൂബിയോ എന്താ പറഞ്ഞത്? ഇതെല്ലാം വിട്ടിട്ട് പറഞ്ഞു മിസൈലുകളുടെ ലോഞ്ചർ പാഡുകൾ തകർക്കുകയും മിസൈലുകളുടെ സ്റ്റോക്ക് പൈലുകൾ തകർക്കുകയും മിസൈൽ നിർമ്മാണശാലകൾ തകർക്കുകയുമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞു. ഏതാ ഇന്നലെ? എവിടുന്ന് തുടങ്ങി എവിടെ എത്തിയെന്ന് നോക്കൂ. എന്നിട്ട് ഇന്ന് രാവിലെ പറയുകയാണ് യുദ്ധം കഴിഞ്ഞു, എല്ലാവരും വീട്ടിൽ പോ എന്നാണ് പറയുന്നത്. ഇത് ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ എവിടെ തുടങ്ങി, എന്തിനു തുടങ്ങി, എന്താണ് ലക്ഷ്യം, ഇതൊന്നുമില്ലാതെ ഉഴലുന്ന ഒരു അമേരിക്കയാണ് നമ്മൾ കാണുന്നത്, ഇസ്രായേലിനെയാണ് കാണുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല. 4 ദിവസം കൊണ്ട് യുദ്ധം കഴിഞ്ഞ് വീട്ടിൽ പോകാൻ തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് തോന്നണം. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഇറാൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് ഇത്ര വലിയ യുദ്ധ വിദഗ്ധന്മാർക്ക് മനസ്സിലായില്ല. ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തുമെന്നും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുമെന്നും എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുമെന്നും ഒക്കെ ഇവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ വിഡ്ഢികൾ എന്നേ പറയാനുള്ളൂ. ഏത് സാധാരണക്കാരനും മനസ്സിലാകാവുന്ന യുക്തിയാണ്. എന്തായാലും 10 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ സമ്മർദ്ദം ഇറാൻ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരിക്കാം. അല്ലെങ്കിൽ ഇറാൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തെക്കാൾ IRGC ചാവാൻ തയ്യാറായി സൂയിസൈഡ് മിഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കറിയില്ല ഇറാനകത്തുള്ള ഇൻറ്റേർണൽ ഡൈനാമിക്സ് എന്താണെന്നുള്ളത്. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇന്ധനവില ഇങ്ങനെ കുതിച്ചു കയറുകയും ലോകം മുഴുവൻ പ്രശ്നത്തിലാവുകയും ചെയ്താൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് യുദ്ധം നിർത്തിയേ പറ്റൂ. അതുകൊണ്ടാണ് ട്രംപ് യുദ്ധം നമുക്ക് വേണമെങ്കിൽ നിർത്താം, ഒരാഴ്ചയ്ക്ക് ഈ സാധനം തീരും എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നിങ്ങൾ നേടിയതെന്ന് ചോദിച്ചാൽ എന്താ? റഷ്യയും ചേഞ്ച് ഉണ്ടായോ? ഇല്ല. ആകെ ചെയ്ത് തീർക്കാൻ ഇനി ആകെ സാധ്യത മിസൈലുകളുടെ കൂമ്പാരം എങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് തിരിച്ച് ഇറാൻ അടിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ യുദ്ധം നിർത്തും. അതായത് ഗൾഫ് രാജ്യങ്ങൾ ഇനി അടിക്കരുത്, നമ്മൾ ഈ യുദ്ധം നിർത്താം എന്ന് പറഞ്ഞ് പിന്മാറാൻ പോകുന്ന അമേരിക്കയാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ട്രംപിൻ്റെ സ്ട്രാറ്റജി. കുഴിച്ച കുഴിയിൽ വീഴുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്താണ് ഇറാൻ്റെ മറുപടി? നമ്മളീ പറഞ്ഞ മറുപടിയല്ല, യുദ്ധം ഞങ്ങൾ നിർത്തുന്നു എന്ന് മാത്രമല്ല അവർ പറഞ്ഞത്. അവർ പ്രഖ്യാപിച്ചു, IRGCയുടെ എയറോസ്പേസ് വിഭാഗം പറഞ്ഞു, ഇനി മുതൽ ഞങ്ങൾ അയക്കുന്ന മിസൈലുകളുടെ പേലോഡ്, അതായത് സ്ഫോടക വസ്തുക്കൾ 1 ടണ്ണിൽ കുറയില്ല. ഇതുവരെ 500 കിലോ ആയിരുന്നെങ്കിൽ 1 ടണ്ണിൽ കുറയാത്ത പേലോഡുകളായിരിക്കും, സ്ഫോടക വസ്തുക്കളായിരിക്കും പോർമുനയായി ഞങ്ങളുടെ മിസൈലിൽ കൊടുക്കാൻ പോകുന്നതാണ്. യുദ്ധം നിർത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇത് ഖത്തറിൻ്റെ മുൻ പ്രൈം മിനിസ്റ്ററുടെ ഒരു പ്രസ്താവന ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്.
ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കില്ല. എന്താ കാരണം? ഞങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്താൽ ആ നിമിഷം അമേരിക്ക പിന്മാറും. പിന്നെ ഞങ്ങൾക്ക് വേണമെങ്കിൽ ആയുധം ഞങ്ങൾക്ക് വിൽക്കുന്ന വ്യാപാരിയായി അമേരിക്ക മാറും. പിന്നെ ഞങ്ങൾ തമ്മിൽ അടിച്ചോളും. അമേരിക്ക എല്ലാവർക്കും ആയുധം വരും, ഇതൊരു കച്ചവടമായി വരും. അതുകൊണ്ട് ഞങ്ങൾ യുദ്ധത്തിനില്ല. ഇത് അമേരിക്കയുടെ യുദ്ധമാണ്. അമേരിക്ക തന്നെ യുദ്ധം തീർക്കണം. എത്ര ഞങ്ങളെ ആക്രമിച്ചാലും, ഖത്തർ പറഞ്ഞ് എത്ര ഞങ്ങളെ ആക്രമിച്ചാലും ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. ചുരുക്കത്തിൽ അമേരിക്കയുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് മുഴുവൻ അവസാനിക്കുകയാണ്. യുദ്ധം നീണ്ടുപോയാൽ അമേരിക്ക ജയിക്കുമെന്നും, ഇപ്പോൾ ഹമാസിനെ തകർത്തതുപോലെ, ഫലസ്തീനെ നശിപ്പിച്ചതുപോലെ, ഗസ ഇല്ലാതാക്കിയതുപോലെയൊക്കെ അമേരിക്ക ചെയ്യാൻ പറ്റുന്നത് തർക്കമൊന്നുമില്ല. കുറേ കൂടെ കൂടുതൽ സമയമെടുക്കുമായിരിക്കും. വളരെ വലിയ രാജ്യമാണ്. എയർ സ്പേസ് തുറന്നു കിടക്കുകയാണ്. ഇഷ്ടംപോലെ ബോംബുകൾ അടിക്കാം. പക്ഷേ തിരിച്ചടിക്കാനുള്ള ഇറാൻ്റെ ശേഷി ഒരു വശത്ത്, രണ്ട്, അതിന് അമേരിക്കയ്ക്ക് ചിലവാകുന്നത് അതിഭീകരമാണ്. ലോകം മുഴുവൻ ഇതിൻ്റെ വില കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമേരിക്കയ്ക്ക് ചെറുത്ത് നിൽക്കാനാവില്ല, അമേരിക്കത്തെ റെസിസ്റ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു വഴി നോക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു വാർത്ത കൂടെ വരുന്നുണ്ട്. പുടിനെ ട്രംപ് വിളിച്ചിരിക്കുന്നു ഈ മുത്തം ബഹളങ്ങൾക്കിടയിൽ. എന്തിനാണ് ആ സംഭാഷണം നമുക്കറിയില്ല, പക്ഷേ ആ വാർത്ത വരുന്നുണ്ട്. അപ്പോൾ വെടിനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളുമായി അമേരിക്ക ഇറങ്ങിയിരിക്കുകയാണ്. വേണമെങ്കിൽ ട്രംപിൻ്റെ കാലുപിടിക്കും. എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. ട്രംപിൻ്റെ അമേരിക്കയുടെ ഒരു യുദ്ധ പദ്ധതി കൂടി കുളമായി എന്ന് വേണം നമുക്ക് തൽക്കാലം ഈ അവസ്ഥയിൽ പറയാം. സാഹിബ്, ആയത്തുള്ള അലി ഖംനയെ കൊല്ലാൻ കഴിഞ്ഞു. ആ സ്കൂളിന് ബോംബിട്ട് 160 കുട്ടികളെയും കൊല്ലാൻ കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് എന്താണ് അമേരിക്കയും ഇസ്രായേലും ഈ യുദ്ധത്തിൽ നേടിയത്? സൈഫ്, നമ്മൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ഷോ ഔട്ട് ഓഫ് ഫോക്കസ് ചെയ്ത ആ ദിവസം നമ്മളതിന് കൊടുത്തിട്ടുള്ള തംബ്നെയിൽ അമേരിക്ക കുഴയുന്ന യുദ്ധം എന്നാണ്. ഈ യുദ്ധത്തിൽ അമേരിക്ക നിശ്ചയമായിട്ടും കുഴയും എന്നാണ് നമ്മളത് പറഞ്ഞത്. പക്ഷേ അത് അന്ന് താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്ത് പരിഹസിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ പരിഹസിക്കുന്ന നമുക്കറിയാം മിത്രങ്ങളാണ് പ്രധാനമായും വന്ന് പരിഹസിക്കുക. മിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എന്ന് പറഞ്ഞാൽ എത്ര ആളുകളെ കൊല്ലാൻ പറ്റിയെന്നുള്ളതാണ്. കുറേ അധികം ആളുകളെ കൊന്നു കഴിഞ്ഞാൽ അത് വൻ വിജയമാണെന്ന് ധരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഈ ദേശഭക്ത് മിത്രങ്ങൾ. അതല്ലാത്ത സാമാന്യമായി ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയുള്ളവരെല്ലാം ഇത് അമേരിക്ക കുഴിയിൽ ചാടാൻ പോവുകയാണ്, കുഴയാൻ പോവുകയാണ് എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കും, ഇപ്പം ജിമ്മി ഇവരുടെ ലക്ഷ്യം ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ഗോൾ പോസ്റ്റ് മാറ്റിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്നലെ അങ്ങേരെ എന്താ പ്രസംഗിച്ചത്? ഇറ്റ്സ് വെരി മച്ച് കംപ്ലീറ്റ്, വെരി കംപ്ലീറ്റ്, പ്രറ്റി മച്ച് എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞു. അപ്പോഴത്തേക്ക് തന്നെ ഓയിൽ വിലയിലൊക്കെ മാറ്റമുണ്ടായി. ആ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴേക്ക് തന്നെ ഓയിൽ മാർക്കറ്റിൽ വലിയ ഇളക്കമുണ്ടായി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, വൺ ബട്ട് നോട്ട് എനഫ് എന്നാണ്. ആദ്യം പറഞ്ഞു കഴിഞ്ഞു എന്ന്, പിന്നെ പറഞ്ഞു ആയിട്ടില്ല. അപ്പോൾ ഇങ്ങേർക്ക് തന്നെ ഇതിനെക്കുറിച്ച് ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ഇതിൻ്റെ ഡൈനാമിക്സ് എന്താണ് സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. ഈ ധാരണയില്ലായ്മ നമ്മൾ മുമ്പ് പറഞ്ഞത് അത് ബേസിക്കലി ഒരു ഡീൽ മേക്കറാണ്. അതിലപ്പുറം പൊളിറ്റിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ പ്രത്യേകിച്ച് ഇത്തരം റെസിസ്റ്റൻറ്റ് മൂവ്മെൻറ്റുകൾ അവരുടെ ഈ ഇന്നർ ഡൈനാമിക്സ് എന്താണ്, അവരുടെ ബലം എന്താണെന്നതിനെക്കുറിച്ച് ധാരണയില്ല. ഹമാസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ, മറ്റന്നാൾ നിർത്തണം, മറ്റന്നാൾ ബന്ദികളെ മുഴുവൻ വിടണം, അല്ലെങ്കിൽ എന്താണ് ഹെൽ ഫയർ വിൽ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞു. ഹമാസുകാരെന്ന് ചോദിച്ചു, അത്രയേ ഉണ്ടായുള്ളൂ. ഹമാസ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്, ഗസക്കാരും അവിടെ തന്നെയുണ്ട്. അപ്പം എന്താണ് പുള്ളി വിചാരിക്കുന്ന, പുള്ളിയുടെ കയ്യിൽ കുറേ ബോംബുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് നടക്കും. ഈ മാക്സിമലിസ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്ന സംഗതിയുണ്ട്, അങ്ങ് നടന്നു കിട്ടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല. ഇത് ഓരോ ദിവസവും കുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് 86 വയസ്സായവരുടെ നേതാവിനെ കൊന്നു കളഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനേക്കാൾ ദ സോ കോൾഡ് ഭീകരനായിട്ടുള്ള ഒരാൾ ആ നേതൃസ്ഥാനത്ത് വന്നിരിക്കുകയാണ്. അതേക്കാൾ ആൻറ്റി അമേരിക്കനിസം രക്തത്തിൽ അലിയിച്ച് ചേർത്ത ഒരു മനുഷ്യനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പ് വാക്വം ഉണ്ടായിട്ടില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം CNN റിപ്പോർട്ടർ അവിടെ ഗ്രൗണ്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കണ്ടിരുന്നത് സൈഫ് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഇവിടെ യുദ്ധം നടക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അല്ല, കോഫി ഷോപ്പിലൊക്കെ ആളുകളുണ്ട്, ഈ ഗ്യാസ് സ്റ്റേഷനിലൊന്നും ഒരു ക്യൂ ഇല്ല, ഈ ഇഫ്താർ ബസാറുകളൊക്കെ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഇറാനിയൻ സൊസൈറ്റിയുടെ മൊറയിലിനെ ഏതെങ്കിലും നിലക്ക് ഇളക്കുവാനോ അല്ലെങ്കിൽ അവരെ പാനിക്കാക്കുവാനോ അവരെ ഭയചകിതരാക്കാനോ ഈ സംഭവങ്ങൾ എത്രയുണ്ടായിട്ട് സാധിച്ചിട്ടില്ല. അവരുടെ നേതാവ് കൊല്ലപ്പെടുന്നു, അവരുടെ ഓയിൽ സെൻറ്ററുകൾ ബോംബിടുന്നു, വലിയ തോതിൽ തീ കത്തിക്കുന്നു, കുഞ്ഞുങ്ങളെ കൊല്ലുന്നു, ഇതൊക്കെയാണ്. പക്ഷേ ആ ഒരു സൊസൈറ്റി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്നുള്ള നിലക്ക് അതിന് ഏതെങ്കിലും നിലക്ക് അത് ബാധിച്ചിട്ടില്ലെന്ന് തന്നെയാണ് CNN റിപ്പോർട്ടർ പറയുന്നത്. അപ്പോൾ അത് എളുപ്പമല്ല. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ലൂസർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഓഫ് കോഴ്സ് അമേരിക്ക തന്നെയാണ് നമ്പർ 1 ലൂസർ എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം,
എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു ട്രംപ് കാർഡ് എന്താണെന്ന് വെച്ചാൽ യുറേനിയം എൻറിച്ച്മെൻറ്റ്. ദാണ്ടെ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകണം, അങ്ങനെ ചെയ്യാൻ പാടില്ല, സാങ്ഷൻസ് അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഇറാൻ പറയില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഒമാൻ്റെ മധ്യസ്ഥയിൽ നടന്ന ചർച്ചയിൽ അവരെന്താണ്, സാധാരണഗതിയിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം മുമ്പോട്ട് വെക്കാൻ ഇടയില്ലാത്ത വിധം അവർ കൺസീഡ് ചെയ്തു. എന്താണ്, ഞങ്ങൾ 60% 5.6% കുറക്കാം, അടുത്ത 19 പ്ലാന്റുകളുടെ നിർമ്മാണ കരാറ് അമേരിക്കൻ കമ്പനികൾക്ക് തരാം എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അത് പറഞ്ഞ് പിറ്റേ ദിവസമാണ് കൊണ്ട് ബോംബിടുന്നത്. ഇനി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് മറ്റേ അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇറാനിലോട്ട് പോകാൻ പറ്റില്ല, പോടേന്ന് പറയും. കാരണം ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരമാവധി നിങ്ങൾ ചെയ്തു, എന്നിട്ടും ഞങ്ങളിവിടെയുണ്ട്, താൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾക്ക് തോന്നുന്ന പോലെ ഞങ്ങളുടെ യുറേനിയം കൊണ്ട് ചെയ്യും എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം ഇറാൻ കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ എന്താണ്, കുളിര് മാറിയാൽ പിന്നെ ആകെ മുങ്ങിയാൽ ഈ ഒരു അവസ്ഥയിലാണ് ആ ഒരു എഡ്ജ് കിട്ടുകയാണ്. പക്ഷെ ഇതിൽ വേറൊരു പ്രധാനപ്പെട്ട ലൂസർ എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. നമുക്ക് ഗൾഫ് രാജ്യങ്ങൾ ഇത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ട് ആക്രമിക്കപ്പെട്ടു? ഓൺലി ബിക്കോസ് ദേ ഹോസ്റ്റ് അമേരിക്കൻ ക്യാമ്പ്സ്, അല്ലേ? അമേരിക്കൻ ക്യാമ്പുകൾ അവരെന്തിനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ ലോജിക്ക് എന്താ? അവരുടെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി അവർ നിലനിർത്തിയുള്ള ഒരു ഘടകം അതെന്താകുകയാണ്, അവർ ആക്രമിക്കപ്പെടാൻ കാരണമാവുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ നിങ്ങളെ സ്വീകരിച്ചിരുത്തിയത് കൊണ്ട് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു. എന്നിട്ടോ നിങ്ങൾക്ക് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അമേരിക്കക്ക് ഇവരിങ്ങനെ ആക്രമിക്കപ്പെടുമ്പോൾ അമേരിക്ക പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അമേരിക്ക എന്താണ് അവരുടെ പൗരന്മാർക്ക് കൂടെ നിർദ്ദേശം? ബാഗ് എടുത്ത് നാട്ടിലേക്ക് പൊക്കോളണമെന്നാണ്. ഈ സർവ്വരാജ്യങ്ങളെ അമേരിക്കൻ പൗരന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, നാട്ടിലേക്ക് പൊക്കോളണം. എന്നാൽ അമേരിക്ക ഞങ്ങളെ സംരക്ഷിക്കും. എന്താണ്, അംബ്രല, പ്രൊട്ടക്ഷൻ അംബ്രല എന്നാണ് അവർ ഉപയോഗിക്കുന്ന വാക്ക്. ഈ പ്രൊട്ടക്ഷൻ അംബ്രലയാണ്, അമേരിക്കൻ പ്രൊട്ടക്ഷൻ അംബ്രല എന്ന് പറയുന്നത് വെറും പുകയായിരുന്നു എന്ന് ഗൾഫ് നേതൃത്വം തിരിച്ചറിയുന്ന നിമിഷമാണ്. ഇപ്പോൾ ചില മാധ്യമങ്ങൾ വരുന്ന വാർത്ത എന്താ പറയുക, ഈ ഫോഴ്സ് മെജൂർ പ്രഖ്യാപിച്ചല്ലോ മറ്റേ ഓയിൽ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട്. സമാനമായി ഈ എല്ലാ രാജ്യങ്ങൾക്കും, ഗൾഫ് രാജ്യങ്ങൾക്കും അമേരിക്കയുമായിട്ട് ഡിഫൻസ് പാക്റ്റുകളുണ്ട്. ഈ ഡിഫൻസ് കോൺട്രാക്റ്റുകളുടെ കാര്യത്തിൽ ഫോഴ്സ് മെജൂർ പ്രഖ്യാപിക്കണം എന്ന അഭിപ്രായം ഇവരുടെ ലീഡർഷിപ്പിൽ, ഗൾഫ് രാജ്യങ്ങളുടെ ലീഡർഷിപ്പിൽ വരികയാണ്. എന്ന് മാത്രമല്ല, ഇന്നലെ ആസ്ട്രേലിയയുമായിട്ട് ഡിഫൻസ് പാക്റ്റ് ഇവരുണ്ടാക്കി, UAE ഉണ്ടാക്കി. അവിടെ നിന്നുള്ള ഈ എയർ ഡിഫൻസ് ഷീൽഡുകൾ UAEയിലേക്ക് വരാൻ പോവുകയാണ്. ഇനി അതിലും വലിയ തമാശ, അവിടുത്തെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു സെനറ്ററുണ്ട്, ഈ പ്രോ റിപ്പബ്ലിക്കൻ, പ്രോ വാർ, ആൻറ്റി ഇറാനിയൻ ലിൻസി ഗ്രഹാൻ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഗൾഫ് രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ അടിക്കൂ, കയറി അടിക്കുക, ഇറാൻ അടിക്കണം എന്നിങ്ങനെ എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇറാൻ അടിക്കുന്നില്ലേ, നിങ്ങളായിട്ടുള്ള പാക്റ്റുകളുടെ കാര്യത്തിൽ അങ്ങ് മാറി ചിന്തിക്കേണ്ടി വരുമെന്നൊക്കെയാണ് പറയുന്നത്. അതിനാണ് ഖത്തറിലെ അങ്ങയുടെ മറുപടി. അതെ. അപ്പോൾ ഇറാന് ഇവരെ കൊണ്ട് അടുപ്പിക്കുക, അതാണ് ഇവരുടെ ആവശ്യം. പക്ഷേ ഗൾഫ് ലീഡർഷിപ്പ് അതിൽ അങ്ങേയറ്റത്തെ മെച്യൂരിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, അവരെ സംബന്ധിച്ചപ്പോൾ സൗദി ആകട്ടെ, UAE ആകട്ടെ, ഖത്തർ ആകട്ടെ, ബഹ്റൈൻ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. അവരേതെങ്കിലും നിലക്ക് ഒരു മിസൈൽ അവർക്ക് അങ്ങോട്ട് വിടാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, ഏതെങ്കിലും നിലക്ക് അവരിതിൽ ഭാഗമായിരുന്നെങ്കിൽ ഇതിൻ്റെ ചിത്രം മാറും. പക്ഷേ അങ്ങേയറ്റത്തെ ക്ഷമയാണ് അവർ കാണിക്കുന്നത്. ഇത്രയും വലിയ പ്രഷർ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എന്ന് മാത്രമല്ല, കഴിഞ്ഞ മെനിയാന്ന് ഈ ഇസ്രായേലി മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് വാർത്ത വന്നു, എന്താണ്, UAE അടിച്ചു, UAE ഇറാനെ അടിച്ചു, അവിടുത്തെ ഒരു ഡീസാലിനേഷൻ പ്ലാന്റ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ വാർത്ത വന്ന് വിത്തിൻ മിനിറ്റ്സ് UAEയുടെ ഭാഗത്ത് നിന്ന് അത് ഔദ്യോഗികമായിട്ട് തന്നെ നിഷേധക്കുറിപ്പ് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. സാധാരണ നമുക്കൊരു രാജ്യം എന്താണ്, ഒരു അഭിമാന നിമിഷമായിട്ടാണല്ലോ കാണുക, നമ്മൾ അടിച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അയ്യോ ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് UAE ഔദ്യോഗികമായിട്ട്. അത് ഫേക്ക് ന്യൂസാണ്. അത് ആരാ പറയുന്നത്? UAEയും ഇസ്രായേലും തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. അതിനെക്കുറിച്ചാണ് അവരടിച്ചു എന്ന് വാർത്ത വരുന്നത്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ആവശ്യം എന്താണ്? UAE എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇതിൻ്റെ ഭാഗമാക്കണം. അതിനുവേണ്ടി പരമാവധി ഇറാനല്ലാത്ത ചില കളികൾ അവിടെ നടക്കുന്നുവെന്ന് ടക്കർ കാൾസനാണ് പറഞ്ഞത്. മൊസാദിൻ്റെ ആളുകൾ വന്നിട്ട് ഈ ലക്ഷ്യങ്ങൾ ആക്രമിക്കുന്നു, അങ്ങനെ ചില ആളുകളെ പിടിച്ചു എന്ന് ട്രംപിൻ്റെ വിശ്വസ്തനായ ടക്കർ കാൾസൺ വരെ വന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഗൾഫ് രാജ്യങ്ങളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അത് നടക്കുന്നില്ല. ഇനി മറുവശത്ത് ചരിത്രത്തിൽ അപൂർവമായൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. അമേരിക്ക യുദ്ധത്തിനിങ്ങനെ റിസ്ക്കി ആയിട്ടുള്ള യുദ്ധത്തിൽ നിൽക്കുമ്പോൾ
നാറ്റോ എവിടെയുമില്ല. നാറ്റോ എവിടെയുമില്ല. ലോകത്തെ ഏറ്റവും വലിയ മിലിറ്ററി അലയൻസ് കോalitionനാണ് നാറ്റോ എന്ന് പറയുന്നത്. കഴിഞ്ഞ നാറ്റോയുടെ എല്ലാ യുദ്ധങ്ങളും എടുക്കുക, ഇറാഖ് വാർ, അമേരിക്ക ഒറ്റയ്ക്കല്ല, നാറ്റോ ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ നാറ്റോ ഉണ്ട്. ലിബിയയിൽ നാറ്റോ ഉണ്ട്. സെർബിയയിൽ നാറ്റോ ഉണ്ട്. ഇവിടെ നാറ്റോ ഇല്ല. നാറ്റോ ഇല്ല എന്ന് പറഞ്ഞാൽ ചില നാറ്റോ അംഗരാജ്യങ്ങൾ എന്ത് പറയുന്നത്, ഞങ്ങളുടെ ബേസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് സ്പെയിൻ പറഞ്ഞു. അവിടുത്തെ വണ്ടിയെല്ലാം എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി, ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ നാറ്റോ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്? ആർട്ടിക്കിൾ 5. ആർട്ടിക്കിൾ 5 ഇൻവോക്ക് ചെയ്യണം എന്ന ആവശ്യം ഈ ചില ആളുകൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ. ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞാൽ വെൻ എ നാറ്റോ അലൈസ് അറ്റാക്ട് ദ എൻറ്റയർ നാറ്റോ കൺട്രീസ് ആർ അറ്റാക്ഡ് എന്നുള്ളതാണ്. അപ്പോൾ ആ ആർട്ടിക്കിൾ 5 എന്തുകൊണ്ട് ഇൻവോക്ക് ചെയ്യുന്നില്ല എന്ന് ഈ റിപ്പബ്ലിക്കനിലെ ഈ വാർ ക്യാമ്പിൽ ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാറ്റോവിൽ വിതിൻ നാറ്റോ ഇത്രയും വലിയൊരു ഡിവിഷൻ ഉണ്ടായൊരു സന്ദർഭമായി മാറിയിരിക്കുകയാണ്. അതാണ് നിങ്ങൾ ഈ പണിക്ക് ഞങ്ങളില്ല എന്ന് നാറ്റോയിലെ അംഗരാജ്യങ്ങൾ പറയുന്നു. ബ്രിട്ടൻ്റെ കാര്യത്തിൽ ബ്രിട്ടൻ വേണ്ടത്ര കോപ്പറേറ്റീവ് അല്ല എന്ന് പരസ്യമായിട്ട് പറയുന്നു ട്രംപ്. ഇയാളൊരു ടെറിബിൾ അലയാണ്, സ്പെയിൻ ഒരു ടെറിബിൾ അലയാണ് എന്ന് ട്രംപ് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ കെട്ടിയോനും തട്ടാനും എന്ന മട്ടിൽ ഞാനും എൻ്റെ ഇസ്രയേലും നമ്മുടെ ജിയും മാത്രമുള്ളൊരു ലോകമായിട്ട് പോവുകയാണ്. അപ്പോൾ ആ നിലക്ക് ഇത് ഞാൻ മുമ്പ് പറഞ്ഞാണ്, ഈ അമേരിക്കൻ ഡിക്ലൈൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയിലേക്കുള്ള യാത്രയുടെ തുടക്കത്തിലെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായിട്ടാണ് ഇത് നമ്മൾ കാണുന്നത്.